ഒരു വീട് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. കാരണം സ്വന്തമായിട്ടൊരു വീട്, അതിന് വേണ്ടിയിട്ടാണ് ഒരുവിധ ആളുകളും ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുന്നതും. ചില ആളുകൾ മാത്രമേ അത് കഴിഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു വീട് വെച്ച് ആ വീട് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടായ കടം വീട്ടാൻ വേണ്ടിയിട്ട് എടുത്ത ലോണും വാങ്ങിയ പൈസയും കടം വീട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാലം അധ്വാനിച്ച് ജീവിച്ച് അങ്ങനെ മരിച്ചു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ കടങ്ങളില്ലാതെയും വളരെ പെട്ടെന്നും നമുക്ക് ഒരു വീട് കയറ്റാൻ എന്താണ് വഴി? നമുക്കുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ പ്രകൃതിയിലുണ്ട്. കാരണം ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യവും ഊർജമാണ്. നമ്മളും ഈ കാണുന്ന എല്ലാ സാധനവും ഊർജമാണ്. ചുരുക്കി പറഞ്ഞപ്പോൾ നമ്മൾ അരി കൊണ്ട് നമ്മൾ പല പലഹാരങ്ങൾ ഉണ്ടാക്കും. ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണ്? അരി അല്ലേ? അരിപ്പൊടി. അതിൽ നിന്നാണ് പലതും മാറി മാറി നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് ഒരേ സാധനത്തിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിലും ഈ പണമാണെങ്കിലും എല്ലാം ഊർജമാണ്. അപ്പം നമുക്ക് വേണ്ടത് നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റും നമുക്ക്. പക്ഷെ അതിനെന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് ആകർഷിക്കാൻ നമ്മളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻ ഒരു ആകർഷണ ശക്തി ഉള്ളതായിരിക്കണം. വൈബ്രേഷൻ്റെ ആകർഷണ ശക്തി ഉള്ളത് തന്നെയാണ്. പക്ഷെ നമ്മളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻ അധികം നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് ആകുമ്പോൾ നമ്മളിലേക്ക് ആകർഷിച്ചെത്തുന്നതും നെഗറ്റീവ് കാര്യങ്ങളാണ്. അതാണ് നമുക്കെന്നും പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയും രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് നെഗറ്റീവ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് അധികം നെഗറ്റീവ് കാര്യങ്ങളാണ്. ഈ ചിന്തകളാണ് ഊർജമായി മാറുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് അധികം നെഗറ്റീവ് കാര്യങ്ങൾ. അത് ചിന്തിച്ച് 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 അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തോറും നമുക്ക് കടത്തെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും, രോഗത്തെക്കുറിച്ച്, ഇല്ലായ്മയെക്കുറിച്ച്. പിന്നെ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരുടെ ദേഷ്യം, അസൂയ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നെഗറ്റീവാണ്. ഇത് തന്നെ എപ്പോഴും നമ്മളിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ആ പോകുന്ന വഴി ശക്തമായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഈ കയറിന് വണ്ണം കൂടുന്ന പോലെ ഇതിങ്ങനെ ശക്തമായി വലുതായി വരും. അങ്ങനെ വരുമ്പോൾ അത് ആണ് പ്രപഞ്ചത്തിലോട്ട് പോയിട്ട് പ്രപഞ്ചത്തിൽ കണക്റ്റായി മാറുന്നത്. അപ്പം അതേപോലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആകർഷിച്ചെത്തിക്കൊണ്ടിരിക്കും. നമ്മളിൽ നിന്ന് പോസിറ്റീവാണ് പോകുന്നതെങ്കിൽ എന്തിനെങ്കിലും കുറിച്ചൊരു സംഭവം പോസിറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് വരും. പോസിറ്റീവായിട്ട് പോയാൽ മാത്രം പോരാ, ആ പോകുന്ന വഴി ശക്തമായിരിക്കണം. ശക്തമായി വരും തോറാണ് കൂടുതൽ നമ്മളിലേക്ക് വരും. ഇപ്പോൾ ഈ പണക്കാരൊക്കെ ശ്രദ്ധിച്ചു നോക്ക്, അവർക്ക് പോസിറ്റീവായിട്ടാണ് പണത്തെക്കുറിച്ചുള്ള ചിന്ത. അവരുടെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ട് പണമുണ്ട് എന്നുള്ള സന്തോഷവും ആ ഹാപ്പിനെസ്സും എപ്പോഴും ഉണ്ടാവും. ബാങ്കിൽ കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ആ ഹാപ്പിനെസ് ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും പണം പല വഴിക്കിലൂടെ വന്നുകൊണ്ടിരിക്കും. കാരണം എപ്പോഴും അവരിൽ നിന്ന് പോകുന്നത് പണം ഉണ്ട് എന്നുള്ളതാണ്. ബാങ്കിലുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണമുണ്ട്, അത് വാങ്ങാം, ഇത് വാങ്ങാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നടക്കും, അങ്ങനെ നടക്കും, കിട്ടും എന്നുള്ള പോസിറ്റീവായ ചിന്തകളാണ് ഈ പണമുള്ളവർക്ക് എപ്പോഴും അവരിൽ നിന്ന് പോകുന്നത്. പിന്നെ അവരിൽ നിന്ന് പോകുന്നത് ഈ അസുഖങ്ങളെക്കുറിച്ച് മാത്രമാണ്. നെഗറ്റീവായ ഒരു ചിന്ത അവരിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ പണക്കാർക്ക് നല്ല അസുഖങ്ങളും ഉണ്ടാവും അങ്ങനെ പോകുന്നവർക്ക്. ബാക്കി എല്ലാവർക്കും ഈ പണം ഉണ്ട് എന്ന് ചിന്തിക്കും തോറും അവരെല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് ചിന്തിക്കും തോറും അവരെല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും അവരിലേക്ക് പണം വരും. ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അത് നമ്മളും ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളും പ്രവർത്തിക്കാൻ. ഇപ്പം നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിലും പണം ഉണ്ട് എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എനിക്കെല്ലാം ഉണ്ട് എന്നുള്ളത്. എല്ലാം ഉണ്ട് എന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോരാ, ഒരുപാട് തവണ ഒരു അഫർമേഷനായിട്ട് പറയണം. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, ഒരാളോട് ഒരു കളവ് 10 പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമായിട്ട് അയാൾക്ക് തോന്നും. അതിപ്പോൾ ഈ വിവാഹം കഴിച്ചു വന്ന ചില പെണ്ണുങ്ങൾ പറയുന്ന കേട്ടില്ല, ഭർത്താവിനോട് വീട്ടുകാർ നല്ലവരായിട്ട് അതുവരെ ജീവിച്ച ആ വീട്ടുകാരെ കുറിച്ച് ആ കാര്യം വന്ന പെണ്ണ് പല കുറ്റങ്ങളും പറഞ്ഞ്, നമ്മുടെ നാട്ടിൽ തലയണ മന്ത്രം എന്ന് പറയും. കുറ്റങ്ങൾ പറയുമ്പോൾ ആദ്യം ഒന്നും അയാൾ വിശ്വസിക്കില്ല. പക്ഷെ പിന്നീട് ഇത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്
അയാൾക്കത് വിശ്വാസം വരും. കളവാണെങ്കിൽ പോലും വിശ്വാസം വരും. വിശ്വാസം വന്ന് അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കിട്ട് അവർ മാറി താമസിക്കും. ഇല്ലേ, അങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊരു കളവ് 10 പ്രാവശ്യം പറയുമ്പോൾ അത് വിശ്വാസമാവും. അതേപോലെയാണ് നമ്മൾ പൈസ ഉണ്ടെന്ന് 10 പ്രാവശ്യം ഉണ്ടെന്ന് ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിശ്വസിക്കും. അപ്പം അതിനനുസരിച്ചുള്ള ചിന്തകൾ നമ്മളിൽ നിന്ന് വരും. അപ്പം അത് ഊർജമായി പുറത്തേക്ക് പോവും. അത് തുടരാകുമ്പോൾ അത് ശക്തമായ ഊർജമായി മാറും. പിന്നീട് നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ഒരു വീട് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേ ചിന്താഗതി നമ്മൾ വരുത്തുക. അത് വരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മെഡിറ്റേഷൻ നിർബന്ധമാണ്. മെഡിറ്റേഷൻ ചെയ്ത് അതിലൂടെ നമ്മൾ മെഡിറ്റേഷനിൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞ് നമുക്കത് എല്ലാത്തിനും നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് നമ്മൾ നമ്മുടെ വൈബ്രേഷൻ മാറ്റിയെടുക്കണം. നമ്മുടെ വൈബ്രേഷൻ മാറ്റിയെടുത്ത് നമുക്കെല്ലാം ഉണ്ട്, പണമുള്ള ഒരാളുടെ ഫീലിങ്ങോട് കൂടി നമ്മൾ നിൽക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വീട് കയറുന്നതും വീട് കയറി നമ്മൾ അതിൽ താമസിക്കുന്നതും ഒക്കെ ആയ ഒരു ഇമാജിൻ അതിൽ കാണണം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റായി വരും. അത് ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം തന്നെയാണ്. അത് തീർച്ചയായിട്ടും വന്നിരിക്കും, ഒരു സംശയം വേണ്ട. അത് നമ്മളിലേക്ക് എത്തിയിരിക്കും. നമ്മളൊരു വീട് കയറ്റി അതിൽ താമസിക്കുന്നതും അന്നത്തെ ദിവസം ആ വീട് ഹൗസ് വാമിങ്ങിന് ആളുകൾ വരുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും വീടിനെക്കുറിച്ച് സംസാരിക്കുന്നതും നമ്മൾ അവിടെ എല്ലാം ചെയ്യുന്നതും നമ്മൾ ഈ മെഡിറ്റേഷനിൽ ഇരുന്ന് മനസ്സുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ആ സന്തോഷം കിട്ടണം. അപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ റിയലായി സംഭവിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? നമ്മളെ വീടിരിക്കേണ്ട അന്ന് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പി ഉണ്ടാവില്ലേ വീട് കയറി? അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു സന്തോഷം ആ മെഡിറ്റേഷനിൽ കിട്ടണം. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ നമുക്കത് ശീലമാവും. അപ്പോഴേക്കും പതുക്കെ അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വീട് കയറ്റാനുള്ള എല്ലാതും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ, സാമ്പത്തികം എല്ലാം അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പതുക്കെ തെളിയാൻ തുടങ്ങും. പിന്നെ അതിനു വേണ്ടി നമ്മൾ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അത് കഴിഞ്ഞാലും നമുക്ക് ചിന്തയും അതായിരിക്കും. കാരണം ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളെ ചിന്ത അതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ അതിനുള്ള വഴികൾ നമ്മളിലേക്ക് തെളിഞ്ഞ് വരാൻ തുടങ്ങും. അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം. ഈ മുന്നിൽ തെളിഞ്ഞു വരുന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ മതി. നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാനില്ല. നമുക്ക് ഓരോ വഴികൾ ഇങ്ങനെ മുന്നിലോട്ട് തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ വീട് എന്നുള്ള സ്വപ്നം നേടിയെടുക്കാൻ പറ്റും. അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം വിഷ്വലൈസ് ചെയ്തിട്ട് അത് കാണണം മനസ്സിൽ. നമ്മളൊരു സിനിമ കാണും പോലെ കാണണം. വീടിരിക്കുന്നതും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും സന്തോഷത്തോടെ എല്ലാവരും വന്ന് പോകുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അത് മെഡിറ്റേഷൻ ചെയ്ത് ഒരു 20 മിനിറ്റ് ചെയ്ത് ബാക്കിയുള്ള ഒരു 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ ഇതെല്ലാം കൂടി വിഷ്വലൈസ് ചെയ്ത് നമ്മൾ തുടർച്ചയായി ചെയ്താൽ നമ്മുടെ ആ കാര്യം തീർച്ചയായിട്ടും നടക്കും. അതിനെല്ലാവരും പരിശ്രമിക്കുക. ആ കാര്യത്തിന് വേണ്ടിയിട്ട് വീടില്ലാത്തവരൊക്കെ പരിശ്രമിക്കുക. വളരെ പെട്ടെന്ന് ഇത് നിങ്ങളിനി മടിച്ചിരുന്നിട്ട് കാര്യമില്ല. വേറെ സാധ്യതകൾ മുന്നിൽ തെളിയാനില്ലെങ്കിൽ ഇത് തന്നെ അതിന് മാർഗമുള്ളൂ. എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക മെഡിറ്റേഷൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതിനെല്ലാ വഴികളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.